1980-കൾക്ക് ശേഷം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഏക മാർഗമായി സ്വകാര്യ സ്വത്ത് പുനഃസ്ഥാപിക്കുക എന്ന നിലപാടായിരുന്നു സോവിയറ്റ് യൂണിയൻ എടുത്തത്. കമ്പോളത്തിന് സർവ്വ സ്വാതന്ത്ര്യവും നൽകി. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വൽക്കരണത്തിൻ്റെ അടിത്തറ ഇതിലൂടെ തകർക്കുകയായിരുന്നു സോവിയറ്റ് ഭരണകൂടവും ചെയ്തത്. മറ്റൊരു കാര്യം, ജനങ്ങളുടെ പാർട്ടിയിലെയും ഭരണകൂടത്തിലെയും ഇടപെടലുകൾ സംബന്ധിച്ച ഗുരുതരമായ തെറ്റായ രീതികൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായി. ബൂർഷ്വാ ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ മേലുള്ള ന്യൂനപക്ഷത്തിൻ്റെ സർവാധിപത്യമാണ്. അതായത് 99% മുകളിൽ 1% കോർപ്പറേറ്റുകളുടെയും 1% ചൂഷക വർഗത്തിൻ്റെയും ആധിപത്യമാണ് ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്നത്. ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇന്ത്യ ഉൾപ്പെടെ കോർപ്പറേറ്റുകളുടെയും കുത്തകളുടെയും ആധിപത്യമാണ് ഇവിടങ്ങളിലെല്ലാം നടക്കുന്നത്.